ഇറാനെ ആക്രമിക്കാനുള്ള മൊസാദിൻ്റെ ഗൂഢപദ്ധതി തകർത്തു. 8 മൊസാദ് ചാരന്മാരെ ഇറാൻ പിടികൂടി. വളരെ പ്രാധാന്യവും ഗൗരവമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികപരമായ രീതിയിൽ ഈ കാര്യം ഇറാൻ സ്ഥിരീകരിക്കുകയും അവരുടെ വാർത്താ ചാനൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇറാനെതിരെ ആക്രമിക്കാനുള്ള മൊസാദിൻ്റെ ഗൂഢപദ്ധതികൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ ചുറ്റുഭാഗത്തും പല ഘട്ടങ്ങളിലായി നടന്നു വരുന്നു എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തങ്ങൾ 1000ഓളം മൊസാദിൻ്റെ ചാരന്മാരെ പിടികൂടുകയും ഏകദേശം 300ഓളം ആളുകൾക്ക് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങളത് അവസാനിപ്പിച്ചിട്ടില്ല. വളരെ രഹസ്യമായ രീതിയിലും പ്രത്യേകമായിരിക്കുന്ന പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന സൈനിക ട്രൂപ്പുമാണ് അവരുടേതായിരിക്കുന്ന വേഷം ധരിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലും അവസ്ഥയിലും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണ പഠനം നടത്തുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കാതെ പല മൊസാദിൻ്റെ സംഘവും ഇവരുടെ വലയിൽ വീഴുകയും അത് കൃത്യമായ രീതിയിൽ നിയമത്തിന് മുൻപിൽ അവരെ കൊണ്ടുവരാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധമുള്ള മൊസാദിൻ്റെ ഡസൻ കണക്കിന് ആളുകൾ ഇപ്പോഴും ഇറാൻ്റെ കൈവശത്തിലുമുണ്ട്. അവരിപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നത്. ഈ വാർത്തകൾ തന്നെയാണ് പ്രാധാന്യത്തോടു കൂടി പല മീഡിയകളും കൊണ്ട് ഈ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇറാൻ അതിൽ പ്രത്യേകമായ രീതിയിൽ ഇറാൻ്റെ പത്രത്തിനൊക്കെ അതിൻ്റെ ഒരു പെട്ടിക്കോളം തന്നെയുണ്ട്. അത് മൊസാദ് ഗ്രൂപ്പ് പിടികൂടപ്പെട്ടത്, അവരുമായിട്ട് ബന്ധപ്പെട്ട രീതികൾ, അവർ വന്ന വഴികൾ, അവർ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ, അങ്ങനെ തന്ത്രപരമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചോർത്തിയെടുത്തുകൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി ഇറാൻ സർക്കാരിന് സാധിച്ചു എന്ന് ചുരുക്കം. ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് തുർക്കിയിലാണ്. തുർക്കിയിൽ നിന്ന് ഇറാനിലേക്ക് വരുന്ന വിമാനത്തിനോടനുബന്ധിച്ച് അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു പെട്ടി പ്രത്യക്ഷപ്പെടുന്നതാണ് ഇതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് വിശദീകരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇത്തരം ഒരു സംഭവം മറ്റൊരു രാജ്യത്തെ കേന്ദ്രീകരിച്ചുണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ പല രാജ്യങ്ങളിലും വരുന്ന വസ്തുക്കൾ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഇറാൻ്റെ സൈന്യം പരിശോധിക്കാറുള്ളത്. തുർക്കിയും ഇറാനും തമ്മിൽ വലിയ ബന്ധവും വലിയ സൗഹൃദമാണ് എന്നതിനാൽ അവരുടെ വാഹനങ്ങളെയോ അല്ലെങ്കിൽ വിമാനത്തെയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളോ പ്രത്യേകപരമായിരിക്കുന്ന നിരീക്ഷണം സാധാരണഗതിയിൽ നടത്താറില്ല. ഈ കാര്യം മൊസാദിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതിന് മൊസാദ് ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. തുർക്കിയിലെ ഡയർബാക്കിർ എയർപോർട്ടിൽ വെച്ച് ഇറാൻ്റെ ചരക്ക് വിമാനത്തോട് ചേർന്ന് ഇറാൻ്റെ വിമാനത്തിലേക്ക് കയറ്റാനായി ഓട്ടോ സ്പെയർ പാർട്സ് എന്ന 500 കിലോഗ്രാമിൽ അധികം ഭാരമുള്ള 3 ഇരുമ്പ് ബോക്സ് കാണപ്പെട്ടു. അത് കിലോ പിന്നെ ചിലത് 1500 എന്ന് ചില റിപ്പോർട്ടിൽ അങ്ങനെയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിൽ സംശയം തോന്നിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ പൊളിച്ച് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഈ മെഷീൻ ഗണ്ണ്, റൈഫിള്, മോട്ടോർ ഷെല്ലുകൾ, അമോണിയം എന്നീ നിരോധിക്കപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തി എന്നുള്ളതാണ് അതിൻ്റെ റിപ്പോർട്ട്. തുർക്കി ഇറാന് ഈ വിഷയം കൈമാറുകയും വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ്റെ സൈന്യം തുർക്കിയിലെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതീവ രഹസ്യമായിട്ടാണ് ഈ വിവരം തുർക്കി ഇറാനെ അറിയിച്ചത്. ഇറാൻ്റെ സൈന്യം തുർക്കിയിലെത്തുന്നതൊക്കെ വളരെ രഹസ്യമായിരിക്കുന്ന കാര്യമാണ്. ഓട്ടോ സ്പെയർ പാർട്സ് എന്ന് പറയുന്നതാണ് ആ ബോക്സിൻ്റെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിൽ കാണുന്ന പേര്. ഈ പേര് പരിശോധിക്കുന്ന സമയത്ത് അവിടെ രേഖയിലൊന്നും ഇത്തരമൊരു ലഗേജ് അല്ലെങ്കിൽ ഈ വിമാനത്തിലേക്ക് കയറാനുള്ള പ്രത്യേകമായിരിക്കുന്ന അനുമതി ലഭ്യമാക്കപ്പെട്ട രേഖയിലൊന്നും ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതോടുകൂടിയാണ് ഈ ചരക്ക് വിമാനത്തിൽ പ്രത്യേകമായ രീതിയിൽ പരിശോധന മൊത്തത്തിൽ കുറവാണ്. പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്താണ് ചരക്ക് വിമാനത്തിലാണ് കൂടുതൽ ഇങ്ങനെ വസ്തുക്കൾ കൊണ്ടുപോകാൻ സാധ്യത ഉള്ളത് എന്നതിനാൽ വലിയ നിരീക്ഷണം തുർക്കി നടത്തുന്നുണ്ട്, ഇറാൻ പ്രത്യേകിച്ച് നടത്തുന്നുണ്ട്. അതിലാണ് ഇങ്ങനൊരു ബോക്സ് അപ്രതീക്ഷിതമായി അവിടെ എത്തപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് അവിടുത്തെ എയർപോർട്ട് അധികൃതരോ ബന്ധപ്പെട്ടവരോ ഇതിന് വേണ്ടിയിട്ട് മൊസാദിൻ്റെ ചാരന്മായിട്ട് നിന്നുകൊണ്ട് സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നു. 4-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിരിക്കുന്ന വിവരം. 8 പേര് മൊസാദിൻ്റെ സംഘത്തിൽപ്പെട്ടവരെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യുകയും അത് ഇറാന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് 4 പേരുടെ പേരും കൂടി പുറത്തു വരുന്നത്. അപ്പോൾ ഈ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് പറയുന്ന കാര്യമാണ്. ഇത് ഇറാനിലെത്തിക്കുന്നു. ഇറാനിൽ ഈ സാധാരണഗതിയിൽ കാർഗോ വിമാനം എത്തിക്കഴിഞ്ഞാൽ കാർഗോ വിമാനം അന്നത്തെ രാത്രി തന്നെ അല്ലെങ്കിൽ എത്തുന്ന സമയത്ത് തന്നെ ഈ വസ്തുക്കൾ പുറത്ത് വെക്കാറില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് മാറ്റാറില്ല. ചിലപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ പിടിക്കാറുണ്ട്, ചിലപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഈ സ്റ്റിക്കർ പേരുള്ള ഈ സ്റ്റിക്കറിൻ്റെ പേര് മാറ്റിയിട്ട് അതിന് പകരം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും പേര് ഒട്ടിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. പിന്നീട് ഇത് പുറത്തിറക്കിയതിന് ശേഷം അവരുടെ രഹസ്യമായിരിക്കുന്ന, അതായത് മൊസാദ് സംഘത്തിന് തന്നെ ഇറാൻ്റെ ചില പൗരന്മാർ അല്ലെങ്കിൽ ഇറാനിൽപ്പെട്ട വ്യക്തികളുടെ സഹായത്തോടു കൂടി ഫാക്ടറി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 2ലധികം ഫാക്ടറികൾ ഇറാൻ സർക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം മേഖല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റുകയും എന്നിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ആക്രമിക്കാൻ, അതായത് ഇറാനെ ആക്രമിക്കുക, ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാനിൻ്റെ സൈനിക കമാൻഡർമാരെയോ അല്ലെങ്കിൽ ഭരണത്തിൽപ്പെട്ട ആളുകളോ പ്രധാനമായിരിക്കുന്ന വ്യക്തിയോ ആക്രമിക്കാനുള്ള സംവിധാനമാണ് ഇവർ ലക്ഷ്യം വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ മൊസാദിൻ്റെ എല്ലാ ഗൂഢപദ്ധതികളും തകർന്നു പോയിരിക്കുന്നു. അതിൻ്റെ കാര്യം മൊസാദിൻ്റെ സംഘത്തിൽപ്പെട്ട ആളുകളെ ഇറാന് പിടികൂടാൻ വേണ്ടി സാധിച്ചു. അത് ഇസ്രായേലിൽ നിന്നും സാധിച്ചിട്ടുണ്ട്, പുറത്ത് രാജ്യത്തും സാധിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്ന് മാത്രമല്ല മറ്റ് യാത്രാ വഴികളിൽ നിന്ന് പിടികൂടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ചില റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരുന്ന ആയുധക്കപ്പലുകൾ, അതായത് ആദ്യഘട്ടത്തിൽ ഒക്ടോബർ 7 2023 ശേഷം 2024 ആദ്യഘട്ടത്തിലെല്ലാം ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഏറ്റുമുട്ടലുകൾ ഈ ഭാഗത്ത് അമേരിക്കയും ഈ ഹൂത്തി വിമതരും ഉണ്ടാക്കുന്നതിന് മുൻപ് ഏറെക്കുറെ ശാന്തമായ രീതിയിൽ കപ്പൽ വ്യൂഹങ്ങൾ ഇസ്രായേലിലേക്ക് പ്രവഹിച്ചിരുന്നു. അത് തടയപ്പെടുന്നൊരു സാഹചര്യങ്ങൾ അന്ന് ഇല്ലാത്തതിനാൽ ഈ ആയുധ കപ്പലുകളായിരുന്നു കൂടുതൽ പോയിരുന്നത് എന്ന് ചുരുക്കം. വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് 200 കപ്പലുകൾ എന്ന റിപ്പോർട്ട് പറയുന്നു. ഒരു റിപ്പോർട്ടിനകത്ത് 300-ലധികം എന്നും പറയുന്നു. അത്രയും കപ്പലുകൾ ഈ യമനിൽ നിന്ന് ആക്രമണത്തിന് വിധേയമായതാണ്. അതിൽ നിന്ന് പിടികൂടപ്പെട്ട 2-ലധികം കപ്പലുകൾ നിറയെ ആയുധങ്ങളായിരുന്നു. ഈ ആയുധങ്ങൾ ഹൂത്തികൾ പിടിച്ചെടുത്തിട്ടുണ്ട്, ആയുധങ്ങൾ തിരിച്ചു കൊടുത്തിട്ടില്ല. അവരിലുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില അതീവമായിരിക്കുന്ന രഹസ്യങ്ങൾ മൊസാദിനെ കുറിച്ച് അറിയാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അവർ തത്വത്തിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, യമനിലുണ്ട് എന്ന് ഉറപ്പാണ്, ഇറാനിലുണ്ട് എന്ന് ഉറപ്പാണ്, ലിബിയയിലുണ്ട്, ലെബനാനിലുണ്ട് എന്ന് ഉറപ്പാണ്, ഗസക്കകത്ത് അപൂർവമായിട്ടുണ്ട്, എന്നാലും വിപുലമായിട്ടില്ല. കാരണം അവിടുത്തെ ജീവിത രീതികളും അവസ്ഥകളൊക്കെ ഇങ്ങനെ ആകുന്ന സമയത്ത് കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഹമാസിന് വിരുദ്ധമായിരിക്കുന്ന ഒരു ചേരി അവിടെ ഉണ്ട് എന്നതിനാൽ അവരിൽ ചില ആളുകൾ പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് ഒറ്റ കൊടുക്കുന്ന പ്രവൃത്തി ചെയ്യാറുണ്ട്. അതിപ്പോഴും കുറഞ്ഞ രീതിയിലൊക്കെ ഇപ്പോഴും നടന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ചാരസംഘങ്ങൾ പ്രവർത്തിക്കുന്ന റൂട്ടുകളും രീതികളും അവരുടെ ശൈലി കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഈ വിഭാഗത്തിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുക്കപ്പെട്ട കപ്പലിലെ മൊസാദിൻ്റെ ഏജൻറ്റുമാരിൽ നിന്ന് ചോർത്താൻ വേണ്ടി ഹൂത്തികൾക്ക് സാധിക്കുകയും അത് അപ്പാടെ അങ്ങനെ തന്നെ വ്യക്തികളെ അടക്കം ഇറാൻ കൈമാറിക്കൊണ്ട് അവരുടെ കൈവശത്തിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മൊസാദിൻ്റെ സംവിധാനങ്ങൾ എത്രത്തോളം വിപുലമാണ്, വ്യാപകമാണ്, ആരൊക്കെയാണ് ഇതിന് പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇറാന് സാധിച്ചത്. ഈ ഇറാൻ അതുകൊണ്ട് ഈ വിഷയത്തോടനുബന്ധിച്ച് അവരുടെ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് തന്നെ ഈ ചാരസംഘത്തെ അമർച്ച ചെയ്യുക, അവരെ പിടികൂടപ്പെടുക, അവരുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിർദ്ദേശം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുന്ന രീതി പോലും ഇറാനിലിപ്പോൾ പിന്തുടരുന്നു എന്ന് ചുരുക്കം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തുർക്കിയിൽ വെച്ച് ഇവരെ പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. തുർക്കി ഈ കാര്യത്തിലൊക്കെ വലിയ തന്ത്രജ്ഞരാണ്. അതിൻ്റെ കാര്യം ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ആക്രമിക്കും എന്നുള്ള വിവരം പോലും ഇസ്രായേലിൻ്റെ ചാരസംഘത്തിൽ നിന്ന് ചോർത്തിയെടുത്തുകൊണ്ട് തുർക്കി ഖത്തറിലെ സൈനികർക്ക് നൽകി എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ച കാര്യമാണ്. എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തുർക്കിക്ക് ചോർത്താൻ സാധിച്ചത് എന്നത് ലോകത്തെ ഇപ്പോഴും അതിശയിപ്പിക്കുന്നു, അത്ഭുതപ്പെടുത്തുന്നു. ഇന്നൊരു ദിവസം ഇന്നൊരു സമയത്ത് വല്ലാതെ വൈകാതെ തന്നെ നിങ്ങൾക്ക് നേരെ ആക്രമണം വരാനുള്ള സാധ്യതയുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് സൂക്ഷ്മത പുലർത്തണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് തുർക്കിയുടെ സൈന്യം ഖത്തറിലെ സൈനികർക്ക് നൽകിയത്. ഇത് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയ തുർക്കി ആ ഭാഗത്തേക്ക് ഹമാസിൻ്റെ നേതാക്കന്മാർ വരുന്നത് തടഞ്ഞു. വലിയ വലിയ VIP ലെവലുള്ള എല്ലാ പരിപാടികളും നിർത്തിവെച്ചു. ആ പ്രദേശത്തെ ഫ്രീ ആക്കപ്പെട്ടു എന്നുള്ളതാണ്. ജനനിബിഡമായിരിക്കുന്ന ആളുകളുടെ കൂട്ടം കൂടി നിൽക്കുകയും അതോടൊപ്പം തന്നെ ചുറ്റുഭാഗം ബിൽഡിങ്ങുകളും താമസവുമുള്ള ഒരു ഏരിയയുടെ മധ്യയാണ് ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തിയത്. ആ സ്ഫോടനത്തിൽ യഥാർത്ഥത്തിൽ 100-ലധികം ആളുകൾ കൊല്ലപ്പെടാൻ സാധ്യതകളും ഉണ്ടായിരുന്നു. അതിനെ തടയാൻ വേണ്ടി സാധിച്ചത് തുർക്കിക്കാണ്. തുർക്കിയുടെ മുന്നറിയിപ്പോടനുബന്ധിച്ചാണ് ഖത്തറിന് ഈ സാഹസം ചെയ്യാൻ വേണ്ടി സാധിച്ചത് എന്ന് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഖത്തർ ചെയ്തിരിക്കുന്ന കാര്യം ആ പ്രദേശത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ആളുകളെ ഒഴിപ്പിച്ചു.
ഒറ്റപ്പെട്ട രീതിയിലുള്ള ആളുകളല്ലാതെ ബാക്കി എല്ലാവരും അവിടെ ശേഷിക്കപ്പെട്ടു. ബിൽഡിങ്ങിൻ്റെ സെക്യൂരിറ്റി പോലെയുള്ള ആളുകളാണ് ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. അവരോട് മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർ മാറുന്നതിനിടയിൽ സ്ഫോടനം നടന്നു. അങ്ങനെയാണ് 6 പേരെങ്കിലും കൊല്ലപ്പെട്ടത്. അതിൽ ഹമാസിൻ്റെ നേതാക്കന്മാരില്ല എന്നുള്ളത് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചു. അതേപോലെ തന്നെ ലോകത്തെ ആകാംക്ഷയിൽ നിർത്തിയതും അത് തന്നെയാണ്. അവിടെ അന്നത്തെ ദിവസം ആ പറയപ്പെട്ട അതേ സമയത്ത് വിപുലമായിരിക്കുന്ന ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും തന്ത്രപ്രധാനികളായിരിക്കുന്ന ഹമാസിൻ്റെ നേതാക്കന്മാർ ഖത്തറിലെ ദോഹയിൽ എത്തുകയും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നത് എന്ന് ചുരുക്കം. ചില റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ആ സമയത്ത് ഈ ഹമാസിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒഴിപ്പിക്കുകയാണ്. ദ്രുതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവരെ ഒഴിപ്പിച്ച് മാറ്റി നിർത്തി. അതുകൊണ്ട് അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഖത്തറിന് സാധിച്ചു എന്നുള്ളതും അത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അഭിമാനകരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം മൊസാദിൻ്റെ സർവ്വ ഗൂഢാലോചനയും തകരുകയാണ്. അതിന് വലിയ രീതിയിലുള്ള ശ്രമം ഇറാൻ നടത്തുന്നു. അതിൽ ഇറാൻ 100% വിജയിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.